ഹലോ, ഇന്ന് ആഗസ്റ്റ് 15. ധ്യാനൂട്ടൻ്റെ അംഗനവാടിയിൽ ഇന്ന് പതാക ഉയർത്തലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അംഗനവാടിയിലേക്ക് പോവുകയാണ്. പീലിക്കുട്ടിയാണെങ്കിൽ എന്നും ധ്യാനം അംഗനവാടി പോകുമ്പോൾ ഞാനും ഉണ്ട് ടാട്ടാന്നും പറഞ്ഞ് കരയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് മുതലേ വിചാരിക്കുന്നുണ്ട് ആഗസ്റ്റ് 15 എന്തായാലും പരിപാടിയല്ലേ, അപ്പോൾ പീലിക്കുട്ടീനെ അംഗനവാടിയിൽ കൊണ്ടുപോകാമെന്ന്. അങ്ങനെ ചേച്ചി ധ്യാനൂട്ടന് ഒരുക്കി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാണ് അവരുടെ യൂണിഫോം, ഇന്നലെ കിട്ടിയിട്ടേ ഉള്ളൂ കേട്ടോ. പീലിക്കുട്ടിക്ക് ഞാനിവിടെ വെള്ള ഡ്രസ്സ് ഉണ്ടോയെന്നൊക്കെ നോക്കി, പക്ഷേ ഇവിടെ അവളുടെ വെള്ള ഉടുപ്പൊന്നുമില്ല. അപ്പോൾ കിട്ടിയ ഒരു ഉടുപ്പ് ഇട്ട് കൊടുത്ത്. അവളാണെങ്കിൽ നല്ല സന്തോഷത്തിലാണ്. അംഗനവാടിയിൽ പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേന് വേഗം മാറ്റി കൊടുക്കാനൊക്കെ അമ്മനെ സമ്മതിച്ചിട്ടോ, അല്ലെങ്കിൽ ആരും സമ്മതിച്ചു കൊടുക്കില്ല മാറ്റി കൊടുക്കാനൊക്കെ. അങ്ങനെ ധ്യാനൂട്ടം മുടിയൊക്കെ ഏർന്നിട്ട് പൗഡറൊക്കെ ഇട്ട് സുന്ദരക്കുട്ടനായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഉടുപ്പൊക്കെ ഇട്ടിട്ട് പിന്നുള്ള സ്നേഹപ്രകടനമാണ് കേട്ടോ. എന്നും അംഗനവാടി വിട്ട് വന്നാലും ഭയങ്കര കെട്ടിപ്പിടുത്തും ഉമ്മ വെക്കലൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ മാറ്റിയൊക്കെ ഇറങ്ങി. അപ്പോഴാണ് ഞങ്ങൾ ഓർത്തത് പീലിക്കുട്ടിക്ക് വളയും ഹെയർ ബാൻഡും ഒന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ എന്ന്. ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് തന്നെ ഫാൻസി ഉണ്ട് കേട്ടോ, പാറമ്മിൽ. അങ്ങനെ ഞാൻ ചേച്ചീനെയും മക്കളെ അവിടെ നിർത്തിയിട്ട് ഞാൻ വേഗം പോയിട്ട് ഫാൻസി പോയി ഒരു ഹെയർ ബാൻഡും വളയൊക്കെ വാങ്ങിച്ചു വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നടന്ന് അംഗനവാടിയിലെത്തി. കുട്ടികളൊന്നും വന്നിട്ടില്ല കേട്ടോ, ഫസ്റ്റ് എത്തിയത് ഞങ്ങളാണ്. ടീച്ചർ ഉഷേച്ചൊക്കെ പുറത്തേക്ക് വന്നിട്ട് പീലിക്കുട്ടീനെയും ധ്യാനെയൊക്കെ കൂട്ടി അകത്തേക്ക് പോയിട്ടോ. അങ്ങനെ അവരകത്തേക്ക് കയറിപ്പോയപ്പോൾ ഞാൻ പുറത്തുള്ള വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നതാണ്. ഇതാണ് ഞങ്ങൾ പഠിച്ച അംഗനവാടി. പക്ഷെ അന്ന് ഇതിങ്ങനെ ഒന്നല്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ പുറത്ത് ഷീറ്റ് ഒന്നും ഇട്ടിട്ടില്ല, ഓടിട്ടതായിരുന്നു. പിന്നെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഉണ്ട് പീലിക്കുട്ടിയും ധ്യാനമൊക്കെ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കളിക്കാൻ ഒരുപാട് സാധനങ്ങളും ഒക്കെ ഉണ്ട്. കണ്ടോ, TV ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു, ഓടിട്ടിട്ട് ചെറിയൊരു റൂം പോലെ ആയിരുന്നു കേട്ടോ അന്നൊക്കെ. പിന്നെ ഇവിടെ മതിലൊക്കെ കുരുത്തോല കൊണ്ട് തോരണം തൂക്കിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇന്നലെ അമ്മമാരും ഉഷേച്ചും എല്ലാവരും കൂടെ ചെയ്തതാണ്. പിന്നെ ഇവിടെ ഒരു കറങ്ങണ ഒരു സംഭവമുണ്ട്, ഒരു ഊഞ്ഞാൽ. പക്ഷെ അത് കെട്ടിയിട്ടതാണ് കേട്ടോ. കുട്ടികളിന് ടീച്ചറൊക്കെ കാണാതെ കയറി കളിച്ചാൽ വീഴൊക്കെ ചെയ്യുമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോഴും ഞാൻ ഉള്ളിലേക്ക് വന്നപ്പോൾ പീലിക്കുട്ടിയൊക്കെ നല്ല ഉഷാറിലിരിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ മെമ്പർ വന്നു, അനിയേട്ടൻ. അപ്പോഴേക്കും പിന്നെ കുട്ടികളൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ എല്ലാ കുട്ടികളും എത്തിയപ്പോൾ പിന്നെ പതാക ഉയർത്താൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ടീച്ചർ എല്ലാവരെയും നിരത്തിയൊക്കെ നിർത്തുകയാണ് കേട്ടോ. ഫോട്ടോ വേണമൊക്കെ പറഞ്ഞു. സെല്യൂട്ട് ചെയ്യണ്ടേ? ആ, സെല്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. സെല്യൂട്ട് ചെയ്യണം കേട്ടാ. അറിയുന്നില്ലേ? എല്ലാരും സെല്യൂട്ട് ചെയ്തേ. ഭാരതനാടിൻ കൊടിയല്ലേ, മേലെ കുങ്കുമ നിറമാണ്, താഴെ കാണാം പച്ച നിറം, ഇടയിൽ വെള്ള നടുക്കായി, തികവിൽ ചക്രവുമുണ്ടല്ലോ, പൂപ്പുക സാദരം ഈ കൊടിയെ, കാക്കുക ഭാരതമാതാവേ. ദേശീയഗാനം ചൊല്ലേ. ജനഗണമന ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധി തരംഗ തവ ശുഭ നാമേ ജാഗേ തവ ശുഭ ആശിഷ മാഗേ രാധേ തവ ജയ ഗാഥാ जनगण मंगल गायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. ചെണ്ടാവുഞ്ചൊക്കെ ചെല്ലിക്കേ ശേഷം ഇപ്പോൾ മക്കളില്ല. അങ്ങനെ പതാകയൊക്കെ ഉയർത്തി പാട്ടൊക്കെ പാടി ദേശീയഗാനം ചൊല്ലിയിട്ട് എല്ലാവരും ഉള്ളിലേക്ക് കയറിയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ടീച്ചർ എല്ലാവർക്കും മിഠായി കൊണ്ടു തന്നു. അപ്പോഴേക്കും ഉഷേച്ചി പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവർക്കും പായസമൊക്കെ തന്നു. ഞങ്ങളും എല്ലാവരും പായസമൊക്കെ കുടിച്ച് പിന്നെ എല്ലാവരും വീട്ടിലേക്ക് പോന്നു. നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം.
അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബായ്.